ഹായ്, ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞില്ലേ, എനിക്ക് ഇന്നലെ ഒരു ട്രാക്ക് ബനിയൻ, ഒരു ജിമ്മിൽ പോകുന്നൊരു ബനിയനും ഒരു ട്രാക്ക് സൂട്ടും ഗിഫ്റ്റ് കിട്ടിയിരുന്നു. ഇത് രണ്ടും കേട്ടോ. അത് ഇനി ഇന്നലെ പറഞ്ഞൊരു ഗ്ലൗസ് ഉണ്ട്, അത് ജിമ്മിൽ പോകുമ്പോൾ ആ സമയത്ത് കാണിച്ചു തരാം. ഓക്കെ, രാവിലെ എൻ്റെ ജിമ്മിലേക്ക് പോകാനുള്ള പരിപാടി എല്ലാം പ്രിപ്പയർഡായി. ഇപ്പോൾ താഴെ നിന്ന് പോയാൽ മതി. ഇന്നത്തെ ഒരു ദിവസം ഞാൻ മൊത്തം എൻ്റെ ജിമ്മിലെ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഗ്ലൗസ് കിട്ടി. ആ ഗ്ലൗസാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. പക്ഷേ ബാക്കിൽ നിന്നാണ് വെളിച്ചം, അതുകൊണ്ട് അത്ര ക്ലിയർ ആവില്ലായിരിക്കാം. പക്ഷേ ഞാൻ ആ ഗ്ലൗസ് ശരിക്കും നിങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ ഗ്ലൗസിന് ഗിഫ്റ്റ് ചെയ്ത സിൻ്റെ ചേച്ചിക്കും സിൻ്റെ ചേട്ടനും താങ്ക് യു. കാരണം അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. എനിക്ക് ഈ റിസ്റ്റിന്, ലെഫ്റ്റ് റിസ്റ്റിനൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഇതേപോലെയൊക്കെ വെയിറ്റ് എടുക്കുമ്പോൾ ഭയങ്കര പെയിൻ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് എടുക്കുമ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴായിരുന്നു നമുക്കൊരു ഇതാണ്, ഇങ്ങനെയൊക്കെ വലിക്കുമ്പം റിസ്റ്റിന് ഭയങ്കര വേദനയായിരുന്നു എനിക്ക് നേരത്തെ. പക്ഷേ ഇത് കിട്ടിയതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു വലിയ കുഴപ്പം ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ റിസ്റ്റിന് ഭയങ്കര വേദനയായിരിക്കും കുറേ നേരത്തേക്ക്. ഇന്നിപ്പോൾ എന്തായാലും ദൈവമായി കൊണ്ട് അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മൊത്തം ഞാൻ എൻ്റെ ജിം വർക്കൗട്ടും ജിമ്മും ഒക്കെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് ഫുൾ ഒരു പ്രിഫറൻസ് ജിമ്മിന് തന്നെ കൊടുത്തു ഞാൻ. പക്ഷെ ഒറ്റയ്ക്കായതുകൊണ്ടും ഈ ഫോണിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടും കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ ഇതാണ് ഗ്ലൗസ്. ആ ഒരു റിസ്റ്റിൻ്റെ അവിടെ തന്നെ ഒരു സാധനമുണ്ട്, അതൊരു ബാൻഡാണ്. ജിമ്മിലൊക്കെ പോകുന്നവർക്കറിയാം. ആ ബാൻഡ് നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങൾ റിസ്റ്റിന് നമുക്കത് എഫക്റ്റ് ചെയ്യില്ല. കൈക്കും ഗ്രിപ്പുണ്ടാവും. അപ്പം ഇതാണ് ഗ്ലൗസിൻ്റെ ഇതുണ്ടോ, ആ ഒരു തള്ളി നിൽക്കുന്ന മുഴച്ച് വെക്കുന്ന സംഭവമാണ്. അതൊരു ഗ്രിപ്പാണ്, റബ്ബർ പോലെ. അടിപൊളിയാണ്. എന്നാ പോയിട്ട് വരാം മോസി. കൊണ്ടുവരാനായോ? അപ്പം അങ്ങോട്ട് നിൽക്കാം, ആകുമ്പോൾ അവിടെ നിന്ന് തിരിക്കാമല്ലോ. ഹലോ, ഇവിടെ വണ്ടി കിടക്കുമല്ലേ. അവിടുന്ന് ആ ബാക്കിലേ ആ ഓപ്പൺ സ്പേസിൽ നമുക്ക് തിരിക്കാം. കോടെന്താമ്മേ? നമ്മളങ്ങനെ വെൽമാക്സ് ഫിസിയോ, നമ്മുടെ ഫിസിയോതെറാപ്പിയിൽ എത്തിയിട്ടുണ്ട്. ഫിസിയോതെറാപ്പി സെൻറ്ററിൽ അകത്ത് കയറുമെന്ന് എനിക്കല്ല. ഞാനൊരു കോളിലായിരുന്നു, ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. എന്നെ കണ്ടില്ലേ, അമ്മയുടെ ബാഗ് ഇത് എൻ്റെ ബാഗ്. ഇത് സൈഡ് ബാഗാണ്. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കാം. നമ്മുടെ ഈ പോക്കറ്റ് അങ്ങനെ വലിയ ബൾക്കിയായിട്ട് ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടുനടക്കുന്നത്. വലിയ വെയിറ്റൊന്നുമില്ല. അകത്തേക്ക് കയറി ചെല്ലാൻ വെക്കാം. അമ്മ കയറി അമ്മേനെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ദിവസം. നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നാളത്തെ ദിവസം നമുക്കൊരു അതിഥിയുണ്ട്. ആരാണ് അതിഥി? അത് നമുക്ക് നാളെ അറിയാം. ഇന്നേ പറഞ്ഞ് വെറുതെ സസ്പെൻസ് കളിക്കുന്നില്ല. നാളെ അറിയാം. ഓക്കെ, നാളെ കാണാം. രാവിലെ മുതൽ രാത്രി വരെയുള്ള കാഴ്ചകൾ. ഓക്കെ.